PMKSലെ KS സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് എന്നാണ്. സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ് ഫണ്ട് പൗരന്മാരെ സഹായിക്കുകയും പിന്നെ എമർജൻസി സിറ്റുവേഷൻസിലെ റിലീഫിന് വേണ്ടി കിട്ടും. പൗരന്മാർക്ക് സഹായത്തിന് ഉപയോഗിച്ചോ ഇത് എന്ന് കണ്ടാൽ ഇത്രയും പൈസ ഇവിടെ കിടക്കുകയാണ്. ഈ എമർജൻസി സിറ്റുവേഷൻസിന് ഫണ്ട് കൊടുത്തോ? ഇല്ലല്ലോ. ഹർഷൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എത്രയോ എമർജൻസി സിറ്റുവേഷൻസ് ഈ പറഞ്ഞ കാലത്തിനകത്ത് കടന്നുപോയി. പക്ഷേ കാശ് അവിടെ കിടക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഹർഷ പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന കാലത്ത് മാണിക്യസ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ആൾ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയാണ്, ഒരു അമ്മൂമ്മയാണ്, ഒരല്പം മാനസിക നില തെറ്റിയ ഒരാളാണ്. മാണിക്യസ്വാമി എന്നാണ് ഞങ്ങൾ വിളിക്കുക. എന്താ യഥാർത്ഥ പേരൊന്നും അറിയില്ല. ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ മുന്നിലൂടെ നാട്ടിലെപ്പോഴും കാണാം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഒരു മകനുണ്ട്, മുതിർന്ന മകനാണ്. അദ്ദേഹത്തിനും പക്ഷേ ഒരല്പം മാനസികമായിട്ട് അസ്വാസ്ഥ്യമുള്ള ആളാണ്. അപ്പോൾ ആ കാലമാണല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുക, ചെറിയ വീട്ടിനകത്ത്. അപ്പോൾ മാണിക്യസ്വാമി ഞങ്ങളുടെ എല്ലാ നാട്ടിലെ ആളുകൾക്കെല്ലാം പരിചയമുള്ള ഒരു അമ്മൂമ്മയാണ്. എല്ലാ വീടുകളിലും കയറി അവിടെ നിന്നൊക്കെ ഭക്ഷണം എല്ലാവരും കൊടുക്കും. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അവർ മരിച്ചപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്താ നാട്ടിലെ ആളുകളെല്ലാം വന്നിട്ട് വീട്ടിൽ നിന്ന് മൃതദേഹം എടുക്കാനും മറ്റുമൊക്കെ സഹായിക്കാൻ പറ്റും ചെയ്യുമ്പോൾ ആ വീട് പരിശോധിച്ചപ്പോൾ അതിനകത്ത് മുഴുവൻ കാശായിരുന്നു, പണം. ഒരു ഭാഗത്ത് നാണയങ്ങൾ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നു. അന്ന് അങ്ങനെയാണല്ലോ, നാണയങ്ങളും കൂടെ വലിയ പൈസ തുകകളിലാണല്ലോ. ഇന്നതുപോലെയല്ല. ഈ നോട്ട് കെട്ടുകൾ ചെറിയ ചെറിയ കെട്ടുകളാക്കിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പല കെട്ടുകളും ദ്രവിച്ചിരുന്നു പണം. എന്നുവെച്ചാൽ അവർ കൊണ്ടുപോയി വെക്കുന്നവർക്ക് ഓർമ്മയില്ലാത്ത കാലത്തിലേക്ക് എത്തി. അപ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ടത്. നമ്മൾ ചെറിയ കുട്ടിയായിട്ട് നിന്നിട്ട് ഇങ്ങനെ പണം ഇങ്ങനെ കെട്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വീടിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുകയും അത് ദ്രവിച്ചു പോവുകയും എന്നിട്ടിത് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ചേട്ടന്മാരെല്ലാം ചേർന്ന് എണ്ണുകയും മറ്റും ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ നല്ല ചിത്രമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പണം എന്ന് വെച്ചാൽ എന്താണ്, മണി ഈസ് വാട്ട് മണി ഡസ് എന്നാണ് നമ്മൾ സ്കൂളിലൊക്കെ എത്തുമ്പോൾ പഠിക്കുന്നത്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ നിർവചനം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലല്ലോ. വളരെ സിമ്പിളായിട്ട് മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. പണം ചെയ്യുന്ന കാര്യമില്ലെങ്കിൽ പണത്തിന് ഒരു മൂല്യമില്ല. പണം പണമേ അല്ല. അപ്പോൾ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ആള്, വൃദ്ധയായിട്ടുള്ള ആ അമ്മൂമ്മ പല സ്ഥലത്ത് നിന്ന് സ്വരൂപിച്ചിട്ട് പണം കൊണ്ടുപോയി വെക്കുന്നത് അവരവരുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിന് അവർക്ക് ആ ഒരു നല്ല നിലക്കല്ല അവരുള്ളത്. അപ്പോൾ ആ പണം സത്യത്തിൽ പണത്തിൻ്റെ ദൗത്യം നിർവഹിക്കാതെ ദ്രവിച്ചു തീരുകയാണ്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടതാണോ ഈ പണം? സർക്കാർ അങ്ങനെ ചെയ്യേണ്ടതാണോ? സർക്കാർ ഈ സിറ്റിസൺസിൻ്റെ റിലീഫിന് വേണ്ടിയിട്ടും എമർജൻസി സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫണ്ടാണിത്. അതും ആ ഫണ്ടിനെ സകലമാന ക്വസ്റ്റ്യനിങ്ങിൽ നിന്നും നിർമുക്തമാക്കി വെച്ചിട്ട് ഒരു ആരാളും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കാര്യമായിട്ട് ഇങ്ങനെ PMKS വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പെട്ടെന്ന് മനുഷ്യർ അവരവരുടെ ജീവിതം എത്രമാത്രം നശ്വരമാണ് എന്നോർത്തു. എപ്പോഴും വേണമെങ്കിലും മരിച്ചു പോകാവുന്നൊരു സംഗതി. നമ്മൾ ആരോഗ്യമുള്ള ആളുകൾ തന്നെയും എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോകാവുന്നൊരവസ്ഥയിലാണെന്ന് മനുഷ്യർ അവരവരുടെ ജീവിതം വളരെ നൈമിഷികമാണല്ലോ എന്ന് ചിന്തിച്ച കാലത്ത് വലിയ പണക്കാരൊക്കെ എങ്ങനെ ആളുകളെ സഹായിക്കാം എന്നതിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നൊരു കാലമാണ്. അപ്പോൾ PMKS ഒരു ഫണ്ട് ഉണ്ടായപ്പോൾ എല്ലാവരും കൂടെ കണ്ടില്ല, ആദ്യത്തെ 2 വർഷങ്ങളിൽ വെച്ചാൽ കുമിഞ്ഞു കൂടുകയായിരുന്നു പണം. അതിനീ പറയുന്ന പോലെ ടാക്സ് വേഷനൊക്കെ കൊടുത്തോട് കൂടിയിട്ട് പണം വന്നിങ്ങനെ വന്ന് മറിഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതിനകത്ത് വന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കുക, അർഷൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇത് ആളുകൾക്ക് വേണ്ടി കൊടുക്കും എന്നാണ്. ഇങ്ങനെ പണം വന്ന് കുമിയുന്നു, അതിന് മറ്റെല്ലാ തരത്തിൽ. അപ്പോൾ ആളുകൾ അവരുടെ ഹൃദയവിശാലതയാൽ വന്ന് പണമിട്ടത് എടുത്ത് എല്ലാവർക്കും കൂടെ കൊടുത്ത ആളുകളുടെ ബുദ്ധിമുട്ട്. പണ്ട് പ്രധാനമന്ത്രി വന്നപ്പോൾ 15 ലക്ഷമോ 50 ലക്ഷമോ എനിക്കിപ്പോൾ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ, 15 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അത് പിന്നീട് പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് BJP പ്രവർത്തകരും നേതാക്കളും തന്നെ അതിനെ തമാശയാക്കി ഇട്ടു. പക്ഷേ ഇത് അവിടെ പണമായിട്ട് കിടക്കുന്നുണ്ട്. റിലീഫ് ആവശ്യമുള്ള മനുഷ്യർ രാജ്യത്തെമ്പാടും, ഈ മഹാരാജ്യത്തെമ്പാടും റിലീഫ് ആവശ്യമുള്ള മനുഷ്യരുണ്ട്. റിലീഫ് ആവശ്യമുണ്ടാകുന്ന എമർജൻസി സിറ്റുവേഷൻസ് നമ്മുടെ നാട്ടിലെ ഈ കാലാവസ്ഥാ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പണം എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നില്ല? അപ്പോൾ നമ്മളീ പറയുന്നത് പോലെ അല്ല, അത് അത്രയ്ക്ക് ലളിതമായിട്ടുള്ള കാര്യമല്ല. ഒരു രാജ്യത്തിൻ്റെ വലിയ സമ്പത്താണ്, രാജ്യം ഇങ്ങനെ ശേഖരിക്കുന്നതാണ്. അത് നിങ്ങളീ പറയുന്നത് എല്ലാവർക്കും 15 ലക്ഷമോ അല്ല 20 ലക്ഷമോ വെച്ച് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ തീരുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനൊരു പ്രത്യേക മാനദണ്ഡം ഉണ്ടാക്കിയിട്ട് ഈ സംസ്ഥാനങ്ങളെ, അസമിൻ്റെയൊക്കെ കാര്യം നമ്മൾ വിഷ്വലിൽ കാണുന്നില്ല. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇവിടെ ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ ഈ റാന്നിയിലും പത്തനംതിട്ടയിലൊക്കെ ഈ ഓണത്തിന് കാലത്തേക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിരിക്കുന്ന സംഗതികളെല്ലാം ഒലിച്ചു പോയിട്ട് വലിയ സങ്കടപ്പാടിലായിപ്പോയി മനുഷ്യർ. അപ്പോൾ നമ്മൾ വലിയ പ്രളയം എന്നതില്ലാത്തപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കാണുകയാണ് മനുഷ്യരുടെ അതാത് കാലത്തെ ജീവിതം ആകപ്പാടെ ദുരിതത്തിലായി പോവുകയാണ്. അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അസമിലും മറ്റു സംസ്ഥാനങ്ങളിലും നമ്മുടെ ചൂരൽമലയിലുമൊക്കെ പെട്ടെന്ന് ഇല്ലാതായിപ്പോയ ജീവിതത്തെ സഹായിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഈ പണം ചെയ്യുന്ന കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ പണം എന്തിനാണ്? അതെന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഏതെങ്കിലും
ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരു നമ്മൾ പിശുക്കനൊക്കെ വിളിക്കുന്നവരിൽ വ്യക്തിയാണെങ്കിൽ എല്ലാ ദിവസവും ഫോൺ നോക്കിയിട്ട് സ്വന്തം അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് കണ്ട് സന്തോഷിക്കാൻ, ഇത് പക്ഷേ ഒരു പൊതുപ്രവർത്തകനല്ലേ പ്രധാനമന്ത്രിയുടെ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾക്ക് വ്യക്തിപരമായിട്ട് സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരു ടീമിനാകെ സന്തോഷിക്കാനോ ഒന്നുമില്ലല്ലോ. അത് മനുഷ്യർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഇപ്പോൾ അത് കൊടുത്തു തീർത്താലും പിന്നെ അതിനുവേണ്ടി വിതരണം ചെയ്താലും വന്ന് കുമിയും. കാരണം ആളുകൾ അങ്ങനെ സഹായിക്കാൻ മറ്റൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇത് ചിലവാക്കാത്തത് കൊണ്ട് ഇതെവിടെയും PMKS എന്ന് പറഞ്ഞ് ചിലവഴിക്കുന്നതായിട്ട് കാണുന്നില്ലാത്തതുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയുള്ള 2 ഫണ്ട് യഥാർത്ഥത്തിൽ ദേശീയ സർക്കാരിൻ്റെ കീഴിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുണ്ട് 2 ഫണ്ട്. അപ്പോൾ 2 ഫണ്ട് എല്ലാത്തരം നിയമങ്ങളും പാലിച്ചുണ്ടായിരിക്കുമ്പോഴാണ് ഈ PMKS എന്ന് പറയുന്ന ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളൊക്കെ വല്ലാത്ത തോതിൽ എതിർക്കുന്ന ഇങ്ങനൊരു സംവിധാനം വന്നത്. ശരി, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിലും അത് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് സമയാസമയത്ത് എന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. നമ്മൾ പിന്നെ എന്താണ് ഒരു സ്റ്റേബിളായിട്ട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരാൾ പിന്നെ എൻ്റെ മരണസമയത്ത് ആ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്ത അതുകൊണ്ട് തന്നെ വിലയില്ലാതായി പോയ പണം ഇങ്ങനെ കെട്ടി എടുത്ത് ദ്രവിച്ച പണം കണ്ടതിനെ ഓർമ്മയിലേക്ക് ഒരാളെയെങ്കിലും എത്തിക്കുന്ന തരത്തിലേക്ക് PMKS ഫണ്ട് മാറരുതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്.